എല്ലാവർക്കും നമസ്കാരം. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിന്റെ ആവശ്യം വരാറുള്ളതായി നമുക്കറിയാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഉള്ള LPP സോൾവ് ചെയ്യാൻ നമ്മൾ ബിഗം മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ബിഗം മെത്തേഡ് എന്താണെന്നും ബിഗം മെത്തേഡ് യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ വീഡിയോസ് ഒരു പ്ലേലിസ്റ്റായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വീഡിയോയിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ വരുമ്പോൾ LPP സോൾവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് പരിചയപ്പെടാം. അതാണ് ടു ഫേസ് മെത്തേഡ്. ടു ഫേസ് മെത്തേഡ് എന്നാൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട LP പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു മോഡിഫൈഡ് സിംപ്ലക്സ് മെത്തേഡ് ആണ് ടു ഫേസ് മെത്തേഡ്. ആ പേര് പോലെ തന്നെ ഈ മെത്തേഡിൽ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫേസസിലൂടെയാണ് LPP സോൾവ് ചെയ്തെടുക്കുന്നത്. ഫേസ് 1 ആൻഡ് ഫേസ് 2. ഇനി ഓരോ ഫേസിലും എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫേസ് 1ൽ ആദ്യം തന്നെ നമുക്കൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ കണ്ടുപിടിക്കണം. അതിനായി ആദ്യം ഒരു ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യാനായിട്ട് Z എന്ന ആൽഫബറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സൂചിപ്പിക്കാനായി W എന്ന ആൽഫബറ്റ് ഉപയോഗിക്കാം. ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് -1 ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബിഗം മെത്തേഡിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്തായിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്? ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ ആൻസർ കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് ഇവിടെ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ W കൊടുക്കുമ്പോൾ -1 ആയിട്ടാണ് അസൈൻ ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ള എല്ലാ വേരിയബിൾസും ഇൻക്ലൂഡിംഗ് ഡിസിഷൻ വേരിയബിൾസ്, സ്ലാക്ക് വേരിയബിൾസ് ആൻഡ് സർപ്ലസ് വേരിയബിൾസ്, അങ്ങനെ ആർട്ടിഫിഷ്യൽ ഒഴികെയുള്ള എല്ലാ വേരിയബിൾസിന്റെയും കോഎഫിഷ്യന്റ് 0 ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് LPP സാധാരണ സിംപ്ലക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആവുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യത. ആദ്യത്തേത്, ഇഫ് W is less than 0, അതായത് ഫേസ് 1ൽ നിന്ന് കിട്ടുന്ന ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ യൂസ് ചെയ്ത്, അതായത് ഫേസ് 1ന്റെ ഫൈനൽ ടേബിളിൽ XB കോളത്തിലുള്ള വാല്യൂസ് യൂസ് ചെയ്ത് ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയ W ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ <0 വരികയും, അതായത് നെഗറ്റീവ് വരികയും, ഒപ്റ്റിമൽ ടേബിളിന്റെ ബേസിസിൽ, അതായത് B കോളത്തിൽ അറ്റ്ലീസ്റ്റ് 1 ആർട്ടിഫിഷ്യൽ വേരിയബിൾ എങ്കിലും ഉണ്ടായിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? W ന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും വേണം, കൂടാതെ ഒപ്റ്റിമൽ ടേബിളിന്റെ ബേസിസിൽ അറ്റ്ലീസ്റ്റ് 1 ആർട്ടിഫിഷ്യൽ വേരിയബിൾ എങ്കിലും ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ആ LPPക്ക് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ കാൽക്കുലേഷൻ അവിടെ വെച്ച് തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാല്, ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ W ന്റെ വാല്യൂ 0 ആയിരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞത് <0 ആയിരിക്കണം എന്നാണ്. രണ്ടാമത്തെ കേസിൽ അത് 0 ആയിരിക്കണം. അതിൽ തന്നെ രണ്ട് സിറ്റുവേഷൻസ് വീണ്ടും വരുന്നുണ്ട്. ഒന്ന്, W ന്റെ വാല്യൂ 0 ആകുകയും ബേസിസിൽ ഒറ്റ ആർട്ടിഫിഷ്യൽ വേരിയബിൾ പോലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ. രണ്ട്, W ന്റെ വാല്യൂ 0 വരികയും ഒപ്റ്റിമൽ ബേസിസിൽ ആർട്ടിഫിഷ്യൽ ഉണ്ടാവുകയും പക്ഷേ 0 ലെവലിലുള്ള ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആയിരിക്കണം എന്ന് മാത്രം. അതായത് ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ വേരിയബിളിന് നേരെ XB കോളത്തിലുള്ള വാല്യൂ 0 ആയിരിക്കണം. ഈ രണ്ട് കേസ് ആണെങ്കിലും നമുക്ക് ഫേസ് 2 പ്രൊസീഡ് ചെയ്യാം. ഫേസ് 2ലാണ് നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ക്വസ്റ്റിന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനെ കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്യുക. അതായത് ഫേസ് 1ൽ കിട്ടിയ ലാസ്റ്റ് സിംപ്ലക്സ് ടേബിൾ ആണ് നമ്മൾ ഫേസ് 2ൽ സ്റ്റാർട്ടിംഗ് ടേബിളായി യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരു മാറ്റം അതിൽ വരുത്തണം. അതായത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ W ലെ കോഎഫിഷ്യൻസ് മാറ്റി പകരം ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായ Z ന്റെ കോഎഫിഷ്യൻസ് ചേർക്കണം. സ്റ്റെപ്പ് 2ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ബേസിസിൽ 0 ലെവലിലുണ്ടെങ്കിൽ ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനായ Z ചേർക്കുമ്പോൾ കോഎഫിഷ്യന്റ് 0 ആയിട്ടാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ ചേർക്കുമ്പോൾ കോഎഫിഷ്യൻസ് -1 ആയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ
ചേർക്കുകയാണെങ്കിൽ കോഎഫിഷ്യന്റ് 0 ആയിട്ടാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്ത് റെഡിയാക്കി വെച്ച സിംപ്ലക്സ് ടേബിള് വീണ്ടും നമ്മൾ സാധാരണ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ മാക്സിമൈസേഷൻ LPP സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ 2 phase മെത്തേഡിൽ ഫസ്റ്റ് ഫേസിൽ ഒരു ഓക്സിലറി പ്രോബ്ലം സോൾവ് ചെയ്ത് ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷനെ കണ്ടുപിടിക്കും. എന്നിട്ട് ഈ സൊല്യൂഷൻ ഒറിജിനൽ പ്രോബ്ലത്തിന് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സെക്കൻഡ് ഫേസിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയി യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആണിത്. 2 കൺസ്ട്രെയിൻസ് ആണുള്ളത്. 2 കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അതുകൊണ്ട് 2 കൺസ്ട്രെയിൻസിൽ നിന്നും ആദ്യം സർപ്ലസ് വേരിയബിളിനെ സബ്ട്രാക്ട് ചെയ്യണം. കൂടാതെ x1നോ x2നോ ഇവിടെ യൂണിറ്റ് വെക്ടേഴ്സ് വരാത്തതുകൊണ്ട് ഫസ്റ്റ് കൺസ്ട്രെയിന്റിലും സെക്കൻഡ് കൺസ്ട്രെയിന്റിലും ഓരോ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെയും കൂടെ ആഡ് ചെയ്ത് കൺസ്ട്രെയിൻസിനെ ഇക്വാലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുക. ഇനി മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ zനെ മാക്സിമൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് z' ആക്കി എഴുതുക. ഒപ്പം സർപ്ലസ് വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് 0 ആക്കി z' ഒപ്പം ആഡ് ചെയ്ത് എഴുതുക. ഇവിടെ ഇപ്പോ ആർട്ടിഫിഷ്യൽ വേരിയബിളിനെ z' ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയാണ് ഒരു മിനിമൈസേഷൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ 2 phase അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് 2 phase മെത്തേഡ് അപ്ലൈ ചെയ്യാം. അതിനായി ഫേസ് 1ൽ ആദ്യം തന്നെ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ w കൺസ്ട്രക്ട് ചെയ്യാം. ആർട്ടിഫിഷ്യൽ വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് -1ഉം മറ്റെല്ലാ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസും 0യുമായിട്ടാണല്ലോ എടുക്കേണ്ടത്. ഇവിടെ 2 ഡിസിഷൻ വേരിയബിൾസും 2 സർപ്ലസ് വേരിയബിൾസും ആണുള്ളത്. അവയ്ക്ക് 0 കോഎഫിഷ്യൻസും a1നും a2നും -1 കോഎഫിഷ്യൻസും കൊടുക്കണം. അങ്ങനെ w എഴുതുമ്പോൾ 0x1 പ്ലസ് 0x2 പ്ലസ് 0s1 പ്ലസ് 0s2 -1a1 -1a2 എന്ന് കിട്ടുന്നു. ഈ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കോഎഫിഷ്യൻസും കൺസ്ട്രെയിൻസും യൂസ് ചെയ്തു വേണം ഫേസ് 1ലെ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കേണ്ടത്. അങ്ങനെ ഫേസ് 1ലെ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഇങ്ങനെ കിട്ടുന്നു. ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ x2 ആണ് ഇൻകമിംഗ് എന്ന് മനസ്സിലായില്ലേ? xb കോളത്തിനെ then x2 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കോളം കണ്ടുപിടിക്കുമ്പോൾ a2 ആണ് ഔട്ട് ഗോയിങ് എന്ന് ക്ലിയർ ആവുന്നു. കീ എലമെന്റ് ആണെങ്കിൽ 7 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ബി കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി കീ റോയിനെ കീ എലമെന്റ് ആയ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ബേസിസിൽ നിന്ന് പോയ ആർട്ടിഫിഷ്യൽ വേരിയബിൾ a2വിന്റെ കോളവും കൂടെ ഒഴിവാക്കി സെക്കൻഡ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി കീ എലമെന്റിന്റെ മുകളിലുള്ള 1നെ 0 ആക്കാൻ ഫസ്റ്റ് റോയിൽ നിന്നും കീ എലമെന്റ് 1 ആക്കി വെച്ചിട്ടുള്ള സെക്കൻഡ് ടേബിളിലെ സെക്കൻഡ് റോ സബ്ട്രാക്ട് ചെയ്യുക. 4 - 1 ചെയ്യുമ്പോൾ 3 കിട്ടുന്നു. 2 - 1/7 ചെയ്യുമ്പോൾ 13/7. ബാക്കി വാല്യൂസ് ഇങ്ങനെയും വരുന്നു. അങ്ങനെ സെക്കൻഡ് ടേബിൾ കംപ്ലീറ്റ് ആയി. വീണ്ടും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഒപ്റ്റിമം ആയിട്ടില്ല. ഇത്തവണ x1 ആണ് ഇൻകമിംഗ്. xb കോളത്തിനെ x1 കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് തീറ്റ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ a1 ആണ് ഔട്ട് ഗോയിങ് എന്ന് മനസ്സിലാകുന്നു. കീ എലമെന്റ് 13/7. നെക്സ്റ്റ് ബി കോളത്തിലും CB കോളത്തിലും ആവശ്യം വേണ്ട ചേഞ്ചസ് വരുത്തി a1 കോളം കൂടെ ഒഴിവാക്കി കീ റോയിനെ കീ എലമെന്റ് ആയ 13/7ന്റെ റെസിപ്രോക്കൽ 7/13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇനി കീ എലമെന്റിന്റെ താഴെയുള്ള 1/7നെ 0 ആക്കാൻ ആദ്യം പുതിയ ഫസ്റ്റ് റോയിനെ 1/7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എന്നിട്ട് സെക്കൻഡ് റോയിൽ നിന്ന് ഈ റെഡ് കളറിലെ വാല്യൂസ് മൈനസ് ചെയ്ത് പുതിയ സെക്കൻഡ് റോ കണ്ടുപിടിക്കാം. ഇപ്പോൾ തേർഡ് ടേബിളും കംപ്ലീറ്റ് ആയി. ഇനി വീണ്ടും നമുക്ക് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ΔJ വാല്യൂസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വന്നിരിക്കുന്നത് കൊണ്ട് ഒപ്റ്റിമം അറ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ x1ന്റെ വാല്യൂ 21/13ഉം x2ന്റേത് 10/13 ആണല്ലോ. ഇതാണ് നമ്മുടെ ഫേസ് 1ൽ കിട്ടിയിരിക്കുന്ന ഒപ്റ്റിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇത് ഒപ്റ്റിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണ്, അല്ലാതെ ഫൈനൽ സൊല്യൂഷൻ അല്ല. ഇത് ഉപയോഗിച്ച് wന്റെ വാല്യൂ കണ്ടുപിടിച്ചു നോക്കാം. x1നും x2നും മാത്രമാണ് നോൺ സീറോ സൊല്യൂഷൻ ഉള്ളത്. പക്ഷേ wയിലാണെങ്കിൽ x1ന്റെയും x2ന്റെയും കോഎഫിഷ്യന്റ് 0 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. wന്റെ വാല്യൂ അതുകൊണ്ട് തന്നെ നമുക്ക് 0 ആയിട്ട് ഇവിടെ കിട്ടുന്നു. മാത്രവുമല്ല ഇവിടെ
ഒപ്റ്റിമൽ ടേബിളിന്റെ ബേസിസിൽ ഒറ്റ ആർട്ടിഫിഷ്യൽ വേരിയബിൾ പോലുമില്ല. ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത കേസ് 2 ഒരു പോസിബിലിറ്റിയാണ്. അതായത് ഡബ്ല്യുവിന്റെ വാല്യൂ 0 വരികയും ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒപ്റ്റിമൽ ബേസിസിൽ ഇല്ലാതെ വരികയും ചെയ്താൽ ഫേസ് 2 പോകാവുന്നതാണ്. അതിനായി ഫേസ് 1 ഈ ഒപ്റ്റിമം സിംപ്ലക്സ് ടേബിൾ ആണ് ഫേസ് 2 ഫസ്റ്റ് ടേബിൾ ആയി ഉപയോഗിക്കേണ്ടത്. പക്ഷേ CB കോളത്തിലെ വാല്യൂസും ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന CJ വാല്യൂസും Z' നിന്ന് വേണം എടുക്കാൻ. അതായത് നമ്മൾ ഇവിടെ ഓക്സിലറി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ആക്ച്വൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഫേസ് 1 B കോളത്തിൽ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഉണ്ടെങ്കിൽ അവയുടെ കോഎഫിഷ്യൻസ് 0 ആയിട്ട് വേണം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ ഇവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ ലാസ്റ്റ് ടേബിളിൽ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഫേസ് 2 സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് യൂഷ്വൽ സിംപ്ലക്സ് മെത്തേഡിലൂടെ സോൾവ് ചെയ്യുക. ഇവിടെ ഇനി നെക്സ്റ്റ് ഒപ്റ്റിമാലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഒപ്റ്റിമം ആയിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. സൊല്യൂഷൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നല്ലോ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒറിജിനൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ മിനിമം വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 31/13 എന്ന് കിട്ടുന്നു. 2 ഫേസ് മെത്തേഡ് ക്ലിയർ ആയോ? വീഡിയോ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. കൂടാതെ MBAക്കും MCOMനും ഒക്കെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്